ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന സാധ്യമല്ല. CPM-ന് സംഘടനാപരമായി അതിനകത്തുള്ള സ്ഥിതി പരിശോധിക്കുന്നതിനും അതിൻ്റെ പുറത്ത് നിലപാടുകൾ സ്വീകരിക്കുന്നതിനുമുള്ള ശേഷി കേരളത്തിലെ CPM-നുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ എടുക്കുന്ന നിലപാട് താഴെ നിന്നുള്ള വിമർശനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. ഞങ്ങൾ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ അടുത്തേക്കല്ലല്ലോ പോകുന്നത്, ജനങ്ങളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പാർട്ടിക്ക് പുറത്തുള്ള ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ CPIM ഒരു കാരണവശാലും തകരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ ഇപ്പോൾ എതിരായി വോട്ട് ചെയ്ത ആളുകളും ഈ കേരളത്തിലുണ്ട്. കാരണം ഒരു ഇടതുപക്ഷ വിഭാഗം കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നില്ലെങ്കിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ സംരക്ഷിക്കപ്പെടില്ല. അപ്പോൾ അത്തരം ഒരു പ്രസ്ഥാനം കേരളത്തിൽ ശക്തമായിട്ട് വേണം എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇപ്പോൾ UDF-നകത്ത് തന്നെ പെട്ട ആളുകൾ പറയുന്നുണ്ടല്ലോ, CPM തകരാൻ പാടില്ല, LDF തകരാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളില്ലേ. അതൊരു പൊതു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ CPIM നേതൃത്വം കരുത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയെ നേരിടുന്നതിനും ആ തോൽവിക്ക് കാരണമായ എന്തെങ്കിലും പെശകുകൾ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സമീപനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമീപനത്തോടു കൂടി ഞങ്ങൾ മുമ്പോട്ട് പോകും. എല്ലാ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്ത് ജനങ്ങൾ വരുന്ന എല്ലാ അഭിപ്രായങ്ങളും കേട്ട് നല്ല വിനയത്തോടെ കേട്ട് എന്നിട്ട് ജനങ്ങളുമായിട്ട് കൂടുതൽ ജനങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതെ, അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ വലിയൊരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ ഒരു നേതൃമാറ്റം ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നേതൃമാറ്റം ഉണ്ടായാൽ പാർട്ടിക്ക് കൂടുതൽ പോയ വോട്ടുകൾ തിരിച്ചു കിട്ടുന്ന ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇല്ലല്ലോ. എല്ലാ അഭിപ്രായങ്ങളും പാർട്ടി സ്റ്റേറ്റ് നേതൃത്വത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതുവരെ നടന്ന ചർച്ചയിലോ നിലപാടുകളിലോ ഒരു നേതൃമാറ്റത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. നേതൃത്വം എന്തെങ്കിലും തിരുത്തൽ നടപടികൾക്ക് വിധേയമാകേണ്ടെങ്കിൽ അത് ജനങ്ങളുടെ അഭിപ്രായങ്ങളും പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ട് പോകും. അല്ലാതെ ഒരു നേതൃമാറ്റത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ പാർട്ടിക്കകത്ത് വന്നിട്ടില്ല. ഒരാൾ എന്താ ഒരാൾ പറയും, ഞാനല്ല, ഞാൻ കാൻഡിഡേറ്റ് ആയിരുന്നല്ലോ. ഞാൻ ആ മണ്ഡലത്തിലാണ് കേന്ദ്രീകരിച്ചത്. അങ്ങനെയാണ് തീരുമാനം. ഈ പ്രശ്നത്തിൽ കൽപ്പറ്റയിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളുടെ പരിശോധനയിലുണ്ട്. ആ പരിശോധന നടത്തി ഒരു നിലപാടിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. അല്ല, ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും MV ഗോവിന്ദനും ഒക്കെ നേതൃത്വത്തിൽ ഈ പാർട്ടി മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പക്ഷേ 99 സീറ്റിൽ നിന്ന് 35 സീറ്റിലേക്ക് തകർന്നുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പാർട്ടിയോ ഏതൊരു മുന്നണിയോ ആണെങ്കിലും നേതൃനിരയെ മാറ്റി ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാനല്ലേ ശ്രമിക്കുക. പക്ഷെ അതിവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അതിന് മുമ്പുള്ളൊരു ചരിത്രമുണ്ട്. അതിലേക്ക് എന്തെങ്കിലും ഒരു 17 സീറ്റൊക്കെ ആയിരുന്നു ഇവിടെ CPM. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു 1977 തെരഞ്ഞെടുപ്പ്. അല്ല, അതെ, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള ചില നിലപാടുകളുണ്ടാവും. അതാണല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം കരകയറിയിട്ട് ഞങ്ങൾ 98 സീറ്റ് വരെ എത്തുന്നതിലേക്ക് എത്തിയില്ലേ. നേരത്തെ ഉണ്ടായ തിരിച്ചടി ശക്തമായിട്ട് വന്ന സമയത്ത് അതിൽ നിന്ന് കരകയറി 98 സീറ്റ് വരെ ലഭിക്കുന്നിടത്തിലേക്കും കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഭരണ തുടർച്ച ലഭിക്കുന്നിടത്തിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എത്തിയല്ലോ. ഇപ്പോൾ ശക്തമായ തിരിച്ചടി ഏറ്റിട്ടുണ്ട്. ആ തിരിച്ചടിക്ക് കാരണമായ വസ്തുതകൾ ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് ഞങ്ങൾ തിരുത്തൽ നടപടികൾക്ക് വിധേയമാകുമെന്നുള്ള ഞങ്ങൾ പൊതു സമീപനം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ പരിശോധന ഇപ്പോഴും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ആ പൂർണ്ണമായതിനു ശേഷം എന്താണ് നിലപാട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയും.